ദൈവം ത്രിയേകനാണ്. പഴയ നിയമത്തിൽ ദൈവത്തിൻ്റെ ത്രിയേകത്വത്തെക്കുറിച്ച് പരോക്ഷവും ഹ്രസ്വവുമായ സൂചനകൾ മാത്രമേ കാണപ്പെടുന്നുള്ളൂ. പഴയ നിയമത്തിൽ വളരെയധികം ഊന്നൽ നൽകിയിട്ടുള്ളത് ദൈവത്തിൻ്റെ ഏകത്വത്തിനാണ്. ബഹുദൈവ വിശ്വാസികളായ ജാതികളുടെ മധ്യേ വസിച്ചിരുന്ന ഇസ്രായേല്യരെ ദൈവത്തിൻ്റെ ഏകത്വ ദർശനത്തിൽ ഉറപ്പിക്കേണ്ടത് ആവശ്യമായിരുന്നു. ദൈവത്തിൻ്റെ ത്രിയേകത്വം വ്യക്തമായി ഗ്രഹിക്കുന്നതിന് ഈ ജ്ഞാനം അസന്ധ്യാജ്യമായിരുന്നു. ന്യായപ്രമാണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പനയാണ് ഇസ്രായേലേ കേൾക്ക, യഹോവ നമ്മുടെ ദൈവമാകുന്നു, യഹോവ ഏകൻ തന്നെ. നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. ആവർത്തനം 6 4-5 വാക്യങ്ങൾ. കർത്താവായ യേശുക്രിസ്തു ഇതിനെ വലിയതും ഒന്നാമത്തേതുമായ കൽപ്പന എന്ന് വ്യക്തമാക്കി. മത്തായി 22:37-38, മർക്കോസിൻ്റെ സുവിശേഷം 12 29-30 വാക്യങ്ങൾ. ഏകത്വം ദൈവിക ലക്ഷണവും ദൈവിക സ്വയം പ്രകാശനത്തിൻ്റെ സവിശേഷ ചിഹ്നവുമാണ്. ആവർത്തനം 6:4, മർക്കോസ് 12:29-32, യോഹന്നാൻ 8:41, 17:3, റോമർ 3:29-30, 1 കൊരിന്ത്യർ 8 4 ഗലാത്യർ 3:20, എഫേസ്യർ 4 6 1 തിമോത്തിയോസ് 1 17, 2 5 യാക്കോബ് 2 19 യൂദ 25. ദൈവം തൻ്റെ ഏകത്വത്തെ വെളിപ്പെടുത്തിയത് രക്ഷാകര ചരിത്രത്തിലാണ്. ഈ ഏകത്വത്തിൽ സമസ്ത ഭേദങ്ങളും നശിച്ച് വീണ്ടെടുപ്പിലൂടെ ദൈവം ലോകത്തെ മുഴുവനും തങ്കലേക്ക് ആകർഷിച്ച് താൻ സർവത്തിലും സർവമായി തീരും. സകല മനുഷ്യരിലും വെച്ച് ദൈവം അബ്രഹാം എന്ന ഏക വ്യക്തിയെ തെരഞ്ഞെടുത്തു. സർവവംശത്തിലും വെച്ച് ഇസ്രായേൽ മക്കളെ തിരഞ്ഞെടുത്തു. ആമോസ് 3:2. എന്നാൽ ഈ തെരഞ്ഞെടുപ്പ് അവരിലൂടെ ലോകം മുഴുവൻ അനുഗ്രഹിക്കപ്പെടുവാൻ വേണ്ടിയാണ്. നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടുമെന്ന് യഹോവ അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്തു. ഉൽപ്പത്തി 12:3. രക്ഷ യഹൂദന്മാരുടെ ഇടയിൽ നിന്നല്ലോ വരുന്നത്. ഇത് ക്രിസ്തുവിൻ്റെ വാക്കും വളരെ ശ്രദ്ധാർഹവുമായ ഒരു വാചകമാണ്. യോഹന്നാന്റെ സുവിശേഷം 4:22. മനുഷ്യവംശത്തിൻ്റെ ഏകത്വ വീക്ഷണം ചരിത്രത്തിൻ്റെ സമഗ്ര ദർശനത്തിന് അർത്ഥവും വ്യാപ്തിയും നൽകുന്നു. അപ്പോസ്തലനായ പൗലോസ് ദൈവത്തിൻ്റെ അനാദി നിർണയത്തെ ഇങ്ങനെയാണ് വെളിപ്പെടുത്തിയത്: ഭൂതലത്തിലെങ്ങും കുടിയിരിപ്പാൻ അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയൊക്കെയും ഉളവാക്കി, അവരുടെ നിവാസത്തിന് അതിരുകളും കാലങ്ങളും നിശ്ചയിച്ചു. അപ്പോസ്തലപ്രവൃത്തികൾ 17:26. ഏകൻ്റെ ഭാഗധേയം തന്മൂലം മനുഷ്യവർഗത്തെ മുഴുവനും ബാധിക്കുന്നു. അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. റോമാലേഖനം 5:12. ഏകലംഘനത്തിൽ മനുഷ്യവർഗത്തിൻ്റെ ഭാവി ചരിത്രം മുഴുവൻ ഘനീഭൂതമായി ഉൾക്കൊള്ളുന്നു. മനുഷ്യവർഗത്തിന് മരണത്തിൻ്റെ ദുർവഹമായ ഭാരം ചുമക്കേണ്ടി വന്നത് അതിനാലാണ്. ചരിത്രപരമായ ഈ ഏകത്വം ആദാമിലൂടെ മനുഷ്യവർഗത്തിൻ്റെ മുഴുവൻ നാശത്തിന് കാരണമായെങ്കിൽ ഏകനിലൂടെ ദൈവം തൻ്റെ രക്ഷയെ ഒരുക്കി. ഏക മനുഷ്യനിലൂടെ മരണം ഭവിച്ചു എങ്കിൽ ഏക മനുഷ്യനിലൂടെ പുനരുത്ഥാനവും സാധിച്ചു. ഏകൻ്റെ ലംഘനത്താൽ മരണം ആ ഏകൻ നിമിത്തം വാണു എങ്കിൽ കൃപയുടെയും നീതിദാനത്തിൻ്റെയും സമൃദ്ധി ലഭിക്കുന്നവർ യേശുക്രിസ്തു എന്ന ഏകൻ നിമിത്തം ഏറ്റവും അധികമായി ജീവനിൽ വാഴും. റോമാലേഖനം 5:17. പ്രകൃതിയിൽ മനുഷ്യകുലം ആദാമിൽ ഒന്നായിരുന്നതുപോലെ ക്രിസ്തുവിൻ്റെ ജഡധാരണത്തോടുകൂടി മനുഷ്യർ ക്രിസ്തുവിൽ ഒന്നായിത്തീരുന്നു. എന്നാൽ ആദാമിൻ്റെ പ്രകൃതിയോടും ക്രിസ്തുവിൻ്റെ പ്രകൃതിയോടും നാം പങ്കാളികളാകുന്ന മാർഗത്തിൽ വ്യത്യാസമുണ്ട്. പ്രകൃത്യാ മനുഷ്യർ ആദാമിൽ ഒന്നാണ്. എന്നാൽ
ക്രിസ്തുവിൽ ഒന്നായിത്തീരുന്നത് കർത്താവായ യേശു ക്രിസ്തുവിലൂടെയുള്ള നിത്യജീവനെ വിശ്വാസത്താൽ സ്വീകരിക്കുന്നതിലൂടെയാണ്. എഫേസ്യ ലേഖനം 2-ാം അധ്യായം 3 മുതൽ 8 വരെ. ക്രിസ്തുവിനോട് പറ്റിച്ചേരുന്നവൻ അവനുമായി ഏകാത്മാവാകുന്നു. 1 കൊരിന്ത്യർ 6-ാം അധ്യായം 17-ാം വാക്യം. ദൈവത്തിന് ഏകത്വം മഹത്വകരമാണ്. എന്നാൽ മനുഷ്യനോടുള്ള ബന്ധത്തിൽ ഏകത്വം നന്നല്ല. ദൈവം കണ്ട ഒന്നാമത്തെ തിന്മ മനുഷ്യൻ ഏകനായിരുന്നതാണ്. ഉൽപ്പത്തി 2-ാം അധ്യായം 18-ാം വാക്യം. ഒന്നാമത്തേത് പലപ്പോഴും ദോഷകരമായിട്ടാണ് തിരുവെഴുത്തുകളിൽ കാണുന്നത്. ആത്മീകമല്ല, പ്രാകൃതമത്രേ ഒന്നാമത്തേത്. ആത്മീകം പിന്നത്തേതിൽ വരുന്നു എന്ന് പൗലോസ് അപ്പോസ്തലൻ വെളിപ്പെടുത്തി. 1 കൊരിന്ത്യർ 15-ാം അധ്യായം 46-ാം വാക്യം.